കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ല വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നയനയുടെ അടുത്ത് ദേവേനി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ദേവേനി പറഞ്ഞു, അതെ ഞാന് ആരുടെ മുന്നിലും വന്ന് ഇങ്ങനെ തല കുനിച്ചിട്ടില്ല. തല കുനിച്ചിട്ടുണ്ടെങ്കിൽ അത് ആദർശിന്റെ മുന്നിലും ജയേട്ടന്റെ അച്ഛന്റെ അമ്മയുടെ മുന്നിൽ മാത്രം. ആദ്യമായിട്ടാ നിന്റെ മുന്നിൽ ഞാൻ ഇങ്ങനെ തല കുനിക്കുന്നത്. അതിന് കാരണം അറിയാലോ, എന്റെ ആദർശൊരു അസുഖക്കാരനാ. പിന്നെ എനിക്ക് വേറെ നിവൃത്തിയില്ല. അവന്റെ സന്തോഷം എനിക്ക് വലുത്. അവൻ രാത്രി ഉറക്കം പോലും ഇല്ല. നീ അവിടെ ഉണ്ടെങ്കിൽ അവന്റെ മനസ്സിന് സന്തോഷമാവും എന്നൊക്കെ പറയണം. ഇത് കേട്ടതും നയന പറഞ്ഞു, അമ്മ ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. എന്റെ മുന്നിൽ അമ്മ എന്തിനാ തല കുനിക്കണേ? തല കുനിക്കേണ്ട കാര്യമില്ല. അമ്മ ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ ആ വീട്ടിലേക്ക് വരില്ലായിരുന്നോ എന്ന് ചോദിക്കുക. പെട്ടെന്ന് ദേവേനി പറഞ്ഞു, ഇനിയിപ്പൊ ഞാൻ വന്ന് വിളിച്ചില്ലെങ്കിൽ നീ വരായിരുന്നാലോ? അങ്ങനെയൊന്നും ഇല്ലമ്മേ. അമ്മ എന്നെ കുറിച്ച് അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? അമ്മ എന്നെ കുറിച്ച് അങ്ങനെ ഒരിക്കലും കരുതണ്ട. അമ്മയ്ക്ക് എന്നെ അറിയത്തില്ലാഞ്ഞിട്ടാ. ഞാൻ ഒരിക്കലും അമ്മേനെ ശത്രുവായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് അമ്മ എന്നെ അങ്ങനെ കാണാതിരുന്നാൽ മാത്രം മതി. പിന്നീട് ദേവേനി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാ, നീ പെട്ടെന്ന് റെഡിയാവ്. പിന്നെ അങ്ങോട്ടേക്ക് ചെല്ലുന്ന കാര്യം ആരോടും ഇപ്പൊ വിളിച്ചു പറയൊന്നും വേണ്ട. ഞാൻ ആരോടും പറയാതെ ഇങ്ങോട്ട് പോന്നിരിക്കുന്നത്. ചെന്ന് കഴിയുമ്പോൾ മാത്രം എല്ലാരും അറിഞ്ഞാൽ മതി എന്ന് പറയാം. ശരി അമ്മയെന്ന് പറയാണ്. ഈ സമയം ദേവേനി പറഞ്ഞു, നീ എന്നിട്ട് കുറച്ച് കുരങ്ങ് കളിപ്പിച്ചല്ലേ, അതുകൊണ്ട് നിന്നെ ഞാൻ ഇച്ചിരി കുരങ്ങ് കളിപ്പിക്കട്ടെ. നീ എത്രയെന്ന് പറഞ്ഞാലും എന്റെ മരുമോള് തന്നെയാ. ഇനി നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊക്കെ ദേവേനി പറഞ്ഞിട്ട് റെഡിയാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ്. ഈ സമയത്ത് ഹാളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നന്ദും ഗോവിന്ദനും കൂടെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ദേവേനെ എന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ അവളെ ഇപ്പൊ വിളിക്കാൻ വന്നില്ല. അതിന്റെ പിന്നില് ഒരു കാര്യമുണ്ട്. ആദർശനും വീട്ടിലുള്ള ആർക്കും വിഷമാവില്ലെന്ന് പറയാണ്. പിന്നീട് ചോദിച്ചു, അല്ല കനക എന്തേന്ന് ചോദിക്കാം. അവരെയും കൂടെ വിളിക്കുക. അവരോടും കൂടെ ആയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയും. അപ്പോഴേക്കും കനകയുള്ള ആ ചായയൊക്കെ ആയിട്ട് വരുവാണ്. ചായ കുടിക്കാൻ പറയണം. ദേവേനി പറഞ്ഞു, എടുത്തോണ്ട് വന്നല്ലേ, കുടിച്ചേക്കാന്ന് പറയണം. കുടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ദേവയുടെ മനസ്സ് നിറയെ ഇപ്പോൾ ഒരു കടലോളം സ്നേഹമുണ്ട്. പക്ഷെ അത് പുറത്ത് കാണിക്കാനായിട്ട് പറ്റില്ല. ഇത്തിരി ദേഷ്യം അഭിനയിച്ചാൽ മതിയാവുള്ളൂ. അല്ലെങ്കിൽ സത്യങ്ങളൊക്കെ താൻ അറിഞ്ഞിട്ട് അവളെ വന്ന് കൂട്ടിക്കൊണ്ട് പോയെന്ന് എല്ലാവരും അറിയും. അതൊരു കാരണവശാലും പാടില്ല. പിന്നീട് ദേവേനി ചായ കുടിക്കുകയാണ്. അതിന് ശേഷം പറഞ്ഞു, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. നയനെ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷം നയനെ എല്ലാവർക്കും കാര്യമാണ്. ഞാനും ജലജയും ജാനകിയും ഒക്കെ അടിച്ച് ബാക്കി എല്ലാവർക്കും ആ കുടുംബത്തിൽ അവളെ ഭയങ്കര കാര്യമാണ്. അച്ഛനും അമ്മയ്ക്കും ആണെങ്കിൽ അവളില്ലാത്തതുകൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടാ. അതുകൊണ്ടൊക്കെ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ എനിക്കൊന്നും അവിടെ പ്രസക്തിയില്ല. നയനയ്ക്കാണ് പ്രസക്തി കൂടുതൽ. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വിഷമം. ഇപ്പൊ എനിക്ക് വയ്യല്ലോ എന്ന് കരുതിയിട്ട് എന്റെ മനസ്സിനെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ അവര് നയനെ അങ്ങോട്ട് വിളിച്ചോണ്ട് വരുന്ന കാര്യത്തെക്കുറിച്ചും സംസാരിക്കാതെ. അതുകൊണ്ട് അതൊക്കെ മനസ്സറിഞ്ഞ് ഞാൻ ചെയ്യണമല്ലോ. പിന്നെ എന്റെ ആദർശമോന്, അവൻ രാത്രി ഉറക്കം പോലും ഇല്ല. അവന്റെ വിഷമം ഞാൻ കാണണമല്ലോ. ഞാനൊരു അമ്മയല്ലേ. അതുകൊണ്ട് മാത്രം ഇങ്ങോട്ട് അവളെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഇങ്ങോട്ട് വന്നേന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ കനകയും ഇതൊക്കെ പരസ്പരം നോക്കുകയാണ്. പിന്നീട് ഗോവിന്ദൻ പറഞ്ഞു, അല്ല അങ്ങനെ മോളെ കൂട്ടിക്കൊണ്ട് പോണമെന്നില്ല എന്ന് പറയണം. അല്ല നിനക്കെന്താ അവളെ വിടാൻ ബുദ്ധിമുട്ടുണ്ടോ? അല്ല വിടാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. നിങ്ങള് വിടുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ അവളെ മാക്സിമം ഇങ്ങോട്ട് ഞാൻ വിടാതിരിക്കാൻ ശ്രമിക്കാം എന്നൊക്കെ പറയണം. അപ്പോഴേക്കും നയന ബാഗൊക്കെയായിട്ട് വന്നു. നയനെ കണ്ടതും ആകെപ്പാടെ വിഷമായി പോയി കനകയ്ക്ക്. കനക പെട്ടെന്ന് പറഞ്ഞു, മോളെ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയണം. പെട്ടെന്ന് ദേവേനെ ഒന്നും അറിയത്തില്ലാത്ത മട്ടി ചോദിച്ചു, അതിനിപ്പോ ഇവൾക്ക് എന്താ അസുഖം? എന്തായാലും കുഴപ്പമുണ്ടോന്ന് ചോദിക്കും. അല്ല അത് പിന്നെ ഇവൾക്ക് ചെറിയ നടുവേദനയൊക്കെ ഉണ്ടായിരുന്നു പറയണം. ഓ അതാണോ? അതിവിടെ വന്നതിന് ചിലപ്പം പണിയെടുക്കാതിരുന്നോണ്ടായിരിക്കും. പണിയെല്ലാം എടുക്കുന്ന അമ്മയല്ലേ. അപ്പൊ ഇവള് പണിയെടുക്കാതെ മടി പിടിച്ച് കാണും. അങ്ങനെയായിരിക്കും ഇവള് നടുവിന് വേദന ഇവൾക്ക് ഉണ്ടായെന്ന് പറയണം. ഇത് കേട്ടതും നയനെ ഒന്ന് നോക്കുകയാണ് ഗോവിന്ദനും കനകെ. നയനയാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയായിപ്പോയി. പക്ഷെങ്കിൽ ദേവേന്റെ ഉള്ളിലുണ്ട്, നീ പേടിക്കണ്ട മോളെ. നിന്നെ ഞാനിപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നതിന്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടായിട്ട് മാത്രം. നീ പേടിക്കണ്ടെന്ന് ദേവേനി മനസ്സിൽ പറയുന്നുണ്ട്. പിന്നീട് ദേവേനി പറഞ്ഞു, എന്നാ ശരി ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറയണം. പിന്നീട് കനക പോയി നയനെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ നയനെ കൊണ്ട് ദേവേനി അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ്. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് നയനയുടെ കയ്യിലേക്ക് പിടിക്കുവാണ് ദേവേനി. പക്ഷെ അത് നയനയ്ക്ക് സപ്പോർട്ടായിട്ട് പിടിക്കുന്ന. നയനെ വിചാരിച്ചോണ്ടിരിക്കുന്ന എന്താ, ഇനിയിപ്പൊ അമ്മ വീഴാതിരിക്കാൻ വേണ്ടി അമ്മ തന്നെ പിടിച്ചായിരിക്കുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ കൈ കോർത്ത് നേരെ കാറിന്റെ അടുത്തേക്ക് വരുവാണ്. ഈ സമയം ദേവേന ഡോറ് തുറന്നു കൊടുത്തു. നയന പറഞ്ഞു, അമ്മ ഞാൻ ഡോറൊക്കെ തുറന്നോളാന്ന് പറയണ. വേണ്ട, ഇനിയിപ്പൊ ഞാൻ ഡോറ് തുറന്നു തന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് നീ ഇനിയിപ്പൊ തിരിച്ചു പോയാലോ, അതുകൊണ്ടാ കേറാൻ പറയാണ്. അങ്ങനെ നയനെ കയറ്റിയതിന് ശേഷം ദേവേനും കയറി അവരങ്ങോട്ടേക്ക് പോവാണ്. ഈ കാഴ്ച കണ്ടപ്പോഴത്തേനും നന്ദു പറഞ്ഞു,
ഇനിയിപ്പോ എന്തായി തീരുമെന്തോ. ഒരു പക്ഷേ ഡിവോഴ്സിന്റെ കാര്യം പറയാനെങ്ങാനും ഏടത്തിന്റെ ചേച്ചിനെ കൂട്ടിക്കൊണ്ട് പോകുന്നതെന്ന് ആര് കണ്ടെന്ന് പറയാം. ഇതാണ് ഗോവിന്ദൻ പറഞ്ഞു. അത് ശരിയാ, മുമ്പ് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവരായതുകൊണ്ട് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. കനക പറഞ്ഞു, എന്റെ ഭഗവാനെ, അങ്ങനെ എന്തേലും ആണോ? ആദർശ് മോൻ എന്റെ മോളെന്ന് വെച്ചാൽ ഇപ്പൊ ഭയങ്കര ജീവനാ. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല ഗോവിന്ദേട്ടാ. ആദർശ് മോൻ ഒരിക്കലും നമ്മുടെ മോളെ ഉപേക്ഷിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയാം. നന്ദു പറഞ്ഞു, ആർക്കറിയാം, കണ്ടറിയണം. അവരുടെ സ്വഭാവമായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയാണ്. പിന്നീട് അനിയും വേണുവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അനാമിക റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അനിയോട് വേണു പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ മോൾക്ക് അവിടെ വന്ന ഒരു കഷ്ടതകളോ ഉണ്ടാകാൻ പാടില്ലെന്ന് പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പത്തിന് അനി പറഞ്ഞു, അല്ലെങ്കിലെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നന്ദുവിനെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാനായിട്ട് നിങ്ങളെല്ലാരും കൂടി ചേർന്നല്ലേ തീരുമാനിച്ചെന്ന് ചോദിക്കുക. പെട്ടെന്ന് വേണു ഒന്ന് ഞെട്ടി. ഇവനെ കള്ളത്തരം കണ്ടുപിടിച്ചിരിക്കുന്നു. പക്ഷേ എങ്കിൽ അതങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണോ? നീ എന്താ ഇനി പറയണമെന്ന് ചോദിക്കാം. കൂടുതൽ കിടന്ന് ഉരുണ്ട കളിക്കണ്ട, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയാം. ഇതേ അറിയാലോ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിലും ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ ഒറ്റ ഈ ഭൂമി കാണത്തില്ലായിരുന്നു പറയണ. ഇത് കേട്ടതും വേണു പറഞ്ഞു, ഓഹോ, അപ്പൊ നീ എന്തൊക്കെയോ മനസ്സിൽ കണക്കൂട്ടിയാ വന്നിരിക്കുന്നല്ലേന്ന് ചോദിക്കാം. അതല്ല, ഉള്ള കാര്യം ഞാൻ പറഞ്ഞെന്ന് പറയണ. അപ്പോഴേക്കും അനാമികയും രേവതിയും കൂടെ അങ്ങോട്ട് വരുക. എന്താ കാര്യം ചോദിക്കാം. ഇതേ മോളെ, ഇവൻ പറഞ്ഞു കേട്ടോ, ആ നന്ദു എന്ന് പറഞ്ഞ പെണ്ണില്ലേ, അവളെ നമ്മൾ എന്തോ ചെയ്തെന്ന്, അവളെ കൊല്ലാൻ നോക്കിന്നൊക്കെ. ഇവന് ഭ്രാന്താച്ച, അതുകൊണ്ട് പറയുന്നതെന്ന് പറയാം. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അനാമികയെ, നീ കൂടുതൽ പറയണ്ട. നീ എത്ര ആണയിട്ട് പറഞ്ഞാലും ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥയൊക്കെ ഞങ്ങൾക്ക് പകലുമായ വ്യക്തമായ കാര്യമാണ്. പക്ഷെ ഇപ്പൊ ഞാൻ നിന്നോട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എന്ന് പറയാം. അനാമിക പറഞ്ഞു, ഇതേ അനി വെറുതെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും വേണു പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞേക്കാം മോനെ, മുമ്പത്തെ പോലെ ഇതേ ഇവളുടെ കർണം അടിച്ചു പോയിക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അത് നേരത്തെ അങ്ങോട്ട് പറഞ്ഞേരെ, എന്റെ മോളെ വന്ന് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോന്നോളാം എന്ന് പറയാ. ഓഹോ, അങ്ങനെയാണോ? പിന്നെ അങ്കിളിന്റെ മോളെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും അവിടെ വന്ന് നിൽക്കുന്നേ. അതെ, അവളുടെ തലയിലേക്ക് തറവാടെടുത്ത് വെക്കാനല്ല അവളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോന്നേ. അങ്ങനെ വ്യാമോഹവും വേണ്ട. അവിടെ വന്ന് അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് എന്റെ ഭാര്യയായിട്ട് കഴിയാമെങ്കിൽ അവൾക്ക് കഴിയാം. അല്ലെങ്കിൽ എന്നെ ഭരിക്കാനോ ആ കുടുംബത്തിലുള്ളവരെ ഭരിക്കാനോ നോക്കിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഒരു നിമിഷം പോലും ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറയാം. പെട്ടെന്ന് അനാമി പറഞ്ഞു, പിന്നെ ഞാൻ അങ്ങോട്ട് ഭരിക്കാൻ വരുന്നല്ലേ നിൽക്കും. നിന്റെ സ്വഭാവം കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞ. മനസ്സുണ്ടെങ്കിൽ നീ വന്നാ മതി എന്റെ കൂടെ. അല്ലാതെ നിന്നെ അവിടെ ഇട്ട് ഞാൻ ആട്ടുകെട്ടിലേക്ക് ഇട്ട് ആട്ടിക്കുമെന്ന് ഓർത്ത് നീ വെറുതെ വ്യാമോഹിച്ച് അങ്ങോട്ട് വരണ്ട. അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ലാത്ത കാര്യം. നിനക്ക് സൗകര്യം ഉണ്ടാ വന്നാ മതി എന്ന് പറഞ്ഞിട്ട് അനി അങ്ങോട്ട് പോയി വണ്ടിയിലേക്ക് കയറുവാണ്. ഈ സമയം അനാമിക ദേഷ്യപ്പെട്ട് നിന്ന് കഴിഞ്ഞപ്പം രേവതി പറഞ്ഞു, മോളെ നീ ചെല്ല്, നീ പോവാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇനി ചിലപ്പോ അവൻ വന്നൊന്നും വരത്തില്ല. അങ്ങനെ വന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. പിന്നെ നീ ഇവിടെ നിന്നു പോകും, നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്ന് പറയാം. നീ ഒരു കാര്യം ചെയ്യാം, അവിടെ ചെന്ന് പറഞ്ഞാൽ മതി, നിന്റെ വല്യമ്മയ്ക്ക് വേണ്ടിട്ടാ നീ ഇങ്ങോട്ട് വന്നേന്ന്. എങ്ങനെയുണ്ട്? അല്ല അത് പിന്നെ അമ്മേ, ഞാൻ മോളെ പോകാൻ നോക്ക് എന്ന് പറയാണ്. അങ്ങനെ ഉന്തിത്തള്ളി അനാമികയെ അങ്ങോട്ട് പറഞ്ഞു വിടാനായിട്ട് ചെല്ലുവാണ്. കാറിന്റെ അകത്ത് എത്തിയപ്പോ അനാമിക ഇങ്ങനെ നിൽക്കുക. ഫ്രണ്ടിൽ കയറണോ ബാക്കിൽ കയറണോ, ആകെപ്പാടെ ഒരു കൺഫ്യൂഷൻ. പിന്നീട് അനിയോട് ചോദിച്ചു, ഞാൻ എവിടെയാ കയറണ്ടേ, ഫ്രണ്ടിൽ ഇരിക്കണോ ബാക്കി ഇരിക്കണോ എന്ന് ചോദിക്കാം. നീ എവിടെ ഇരുന്നാലും കുഴപ്പമില്ല, എനിക്ക് സമാധാനം തന്നാൽ മാത്രം മതി, നിനക്ക് ഇഷ്ടമുള്ളിടത്ത് നീ കയറിയിരുന്നോ എന്ന് പറയണം. ഇത് കേട്ടപ്പോ രേവതി, എന്താ മോളെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, നീ ആ ഫ്രണ്ടിലേക്ക് അവിടെ കയറി ഇരിക്കാൻ പറയണം. അങ്ങനെ അനാമിക നാണം കെട്ട് വീണ്ടും അനിയന്റെ അടുത്ത് ഫ്രണ്ടിൽ കയറി ഇരിക്കുകയാണ്. പിന്നീട് അവര് വീട്ടിലേക്ക് പോരുവാണ്. ഈ സമയം സിറ്റ് ഔട്ടിൽ വന്നിരിക്കുകയാണ് ജാനകി ജലജ. അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാനകിയോട് ജലജ പറഞ്ഞു, എന്നാലും ഏട്ടത്തി ഇത് എങ്ങോട്ടാ പോയത്, ആരോടും ഒരു വാക്ക് പോലും പറയാതെ? ഈ സമയത്ത് അധികം ഇറങ്ങി നടക്കലെന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുള്ളല്ലേ. ജാനകി പറഞ്ഞു, ഏട്ടത്തിയുടെ മനസ്സിൽ എന്തോ ടെൻഷനുണ്ട്. കരട് ഭാഗത്ത് നൽകിയ പെൺകുട്ടി അതാരാന്ന് അറിയാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാന്ന് പറയണം. അല്ല ഏട്ടത്തിക്ക് ഇത് എന്തിനാ കേടാ, അങ്ങനെ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ഇതിനു മുമ്പ് കുറെ സഹായങ്ങൾ കൊടുത്തല്ലോ ആ പെൺകുട്ടിക്കാന്ന് പറഞ്ഞോണ്ട് 10-50 ലക്ഷം രൂപയല്ലേ കൊണ്ടേ കൊടുത്തേ, ഇനി സഹായിക്കാനാണോന്ന് ജലജ ചോദിക്കുക. ഇത് കേട്ടപ്പോ ജാനകി പറഞ്ഞു, സഹായിച്ചാലും ഏട്ടത്തിക്ക് എന്താ കുഴപ്പം? അല്ല എന്നാലും ഇത്രയും പൈസ കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതെ, ഏട്ടത്തി എടുത്തു കൊടുക്കുന്ന ഏട്ടത്തിന്റെ സ്വന്തം അക്കൗണ്ടിൽ നിന്നല്ലേ. ഏട്ടത്തിന്റെ വീട്ടുകാർ നല്ല കാശുള്ളവരാ, അവര് കോടികൾ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഏട്ടത്തിക്ക് പൈസ കൊടുക്കും. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇഷ്ടം പോലെ പൈസ അക്കൗണ്ടിൽ കാണും. പോരാത്തന്നെ പ്രോഫിറ്റിന്റെ ഒരു വിഹിതം ജയേട്ടനാണെങ്കിലും ആദർശാളും ഏട്ടത്തിന്റെ അക്കൗണ്ടിലേക്ക് ഇടുന്നുണ്ട്. ഇപ്പൊ ഒരു 10-15 കോടി കാണും ഏട്ടത്തിന്റെ അക്കൗണ്ടിൽ തന്നെ. അതിനകത്തുനിന്ന് ഒരു 50 ലക്ഷം രൂപ പോയിട്ടുണ്ടെങ്കിൽ ഏട്ടത്തിക്ക് എന്താ കുഴപ്പമിരിക്കണേ, ഒരു പ്രശ്നവും ഇല്ലാന്ന് പറയണം. ഇതൊക്കെ ഇട്ടിഞ്ഞപ്പോ ജലജയ്ക്ക് അങ്ങോട്ട് സഹിച്ചില്ല. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴാണ് ഒരു കാറിന്റെ ഹോണിന്റെ ശബ്ദം കേട്ടെ. ദേ അനാമിക മോള് വന്നെന്ന് പറയാണ്. പിന്നീട് അനാമിക അനിയും കൂടെ അങ്ങോട്ട് വരുവാണ്. അനാമിയെ കണ്ടത് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ്. ജാനകിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. ഈ സമയം ജലജ പറഞ്ഞു, മോളെ ഇപ്പോഴെങ്കിലും വന്നാ നന്നായി,
ദേ അവൾമാരെ മോളെ അടിച്ചിറക്കാന്ന് മോള് നോക്കണമെന്ന് പറയാം. അതൊക്കെ ഞാൻ ഏറ്റു എൻ്റെ അപ്പച്ചി. എനിക്കറിയാം ഞാൻ ഇങ്ങോട്ട് വന്നത് ദേ അപ്പച്ചി അമ്മയും ഇവരൊക്കെ ഉള്ളതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ഇങ്ങോട്ട് തിരികെ വരത്തില്ലായിരുന്നു പറയണം. ജാനകി പറഞ്ഞു മോള് പേടിക്കണ്ട കേട്ടോ. ഇനി മോളെ ആരും ഇവിടുന്ന് പറഞ്ഞു വിടാനൊന്നും പോകുന്നില്ല. മോള് ധൈര്യമായിട്ട് ഇരുന്നോളാൻ പറയാണ്. മോൾക്ക് ഒരു കുഴപ്പങ്ങളും ഉണ്ടാകത്തില്ലെന്ന് പറയാ. ജലജ പറഞ്ഞു ദേ അതൊക്കെ ശരി തന്നെയാ. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? മോൾക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ മോള് ആ നയനെയും നവ്യനെ ആദ്യം ഇവിടെ നിന്ന് ഓടിക്കണം. നയനെന്ന് പറയുന്നവൾ ഇതിനായിട്ടും വന്നിട്ടില്ല. അതുകൊണ്ട് ഒരു ശല്യം കുറഞ്ഞിരിക്കുക. പക്ഷെ മറ്റുള്ളവരും കൂടെ ഓടിച്ചാലോ മോൾക്കൂടെ സ്വസ്ഥതയുടെ സമാധാനത്തോടെ കഴിയാൻ പറ്റുള്ളൂ എന്ന് പറയണം. അപ്പോഴേക്കും അനിയും കൂടെ അങ്ങോട്ടേക്ക് കയറി വരുവാണ്. ആ സമയത്താണ് വേറൊരു കാറിന്റെ ഹോണിന്റെ ശബ്ദം കേട്ടെ. നോക്കിക്കഴിയുമ്പോൾ ദേവേനി വരുന്ന എടുത്തി വരുന്നുണ്ടോ എന്ന് കരുതി അവരോട് നിൽക്കുകയാണ്. അങ്ങനെ ദേവേനി അങ്ങോട്ട് ഇറങ്ങി. ദേവേനി ഇറങ്ങിയപടി പുറകെ നായനയും കൂടെ അങ്ങോട്ട് ഇറങ്ങുവാണ്. ഈ കാഴ്ച കണ്ടതും ജലജയും ജാനകിയും അവരെല്ലാം ഒരു നിമിഷം ഞെട്ടിപ്പോവാണ്. അനാമിക അന്തം വിട്ടു നോക്കുവാണ്. ഇവളെന്തിനാ ഇങ്ങോട്ട് വന്നേന്നുള്ള രീതിയിൽ. പിന്നീട് അങ്ങോട്ടേക്ക് ദേവേനി കയറി വരുന്ന സമയത്ത് ജലജ ചോദിച്ചു ഏട്ടത്തി എന്ത് പരിപാടിയാണ് കാണിച്ചേ? ഏട്ടത്തി ഇവിടെ കൂട്ടിക്കൊണ്ട് വരാൻ പോയതാണെന്ന് ചോദിക്കുക. ജാനകി പറഞ്ഞു അത് ശരിയാ. ഏട്ടത്തി ഒരു വാക്ക് പോലും ആരോടും പറയാതെ ഇവിടെ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേന്ന് ചോദിക്കുക. ഇത് കേട്ടതും ദേവേനി പറഞ്ഞു അത് പിന്നെ നിനക്കൊക്കെ അറിയാലോ. ഇവിടെയാണെങ്കിൽ ഇവളില്ലാത്തതിന്റെ പേരിൽ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളോ. അതുകൊണ്ട് ഞാൻ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാന്ന് വെച്ചു. എന്റെ മകൻ ആദർശനാണെങ്കിലും ഇവളെ കാണാനിട്ട് ഉറക്കില്ല. എനിക്ക് പിന്നെ അവന്റെ മനസ്സിനും കൂടെ നോക്കണ്ട, അവനെയും കൂടെ നോക്കണ്ടേന്ന് പറയണം. ഇത് കേട്ടപ്പോ ജാനകി പറഞ്ഞു എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല ഏട്ടത്തി എന്ന് പറയണം. പെട്ടെന്ന് ദേവേനി പറഞ്ഞു എന്ത് ചെയ്യാനാ ജാനകി, കൂട്ടിക്കൂടി വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇവളീ വീട്ടിലില്ലാത്തതിന്റെ പേരിലല്ലേ എല്ലാവർക്കും ഭയങ്കര വിഷമം. ഇനിയിപ്പൊ ഞാനായിട്ട് എന്തിനാ തടഞ്ഞിരിക്കുന്നതെന്ന് വെച്ചു. ഇപ്പൊ ഞാൻ കാരണം ഇനി ഇവളെ ഈ വീട്ടിലേക്ക് വന്നില്ലെന്ന് വേണ്ട. അതുകൊണ്ട് ഞാൻ പോയി ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേന്ന് പറയണം. ഇത് കേട്ടപ്പോ ജലജ പറഞ്ഞു എന്തിനുള്ള പുറപ്പാടായിരിക്കും പോലും എന്ന് പറയണം. അനാമിക പറഞ്ഞു അല്ല വല്യമ്മ എന്തിനാ ഇവിടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ ചോദിക്കുക. അല്ല അത് പിന്നെ മോളിങ്ങോട്ട് വരുന്ന കാര്യമൊന്നും ഈ വല്യമ്മയ്ക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അതെ ഇപ്പോഴല്ലേ വല്യമ്മ അറിയണേന്ന് ചോദിക്കുക. പിന്നെ ഇവളെ കൂട്ടിക്കൊണ്ട് വന്നേ ആദർശിന് വേണ്ടിയിട്ടാ. അവന്റെ വിഷമം എനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ലാത്തതുകൊണ്ടാന്ന് പറയണം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയനൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഈ സമയം അനാമ പറഞ്ഞു എന്നാലും ഇത് വേണ്ടിയിരുന്നില്ല എന്ന് പറയണം. പെട്ടെന്ന് ഇത്ര സമയം കേട്ടോണ്ടിരുന്ന അനി പറഞ്ഞു അല്ല നിനക്കെന്താ കുഴപ്പം? ഏട്ടത്തി ഇങ്ങോട്ട് വന്നാല് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ ഏട്ടത്തിന്റെ കാര്യത്തിൽ നീ കൂടുതൽ തലയിടാൻ പോണ്ട. ഏട്ടത്തി ഇവിടുത്തെ മൂത്ത മരുമോളാ. നീ വരുന്നതിന് മുമ്പ് ഈ കുടുംബത്തിലേക്ക് വന്ന പിന്നെ നീ കൂടുതൽ ഏട്ടത്തിന് പറയാനോ ഭരിക്കാനോ ഒന്നും പോണ്ടെന്ന് പറയണം. നയനെ വെച്ചു ഞാൻ ഇങ്ങോട്ട് വന്ന അനാമയ്ക്ക് എന്താ കുഴപ്പം? ഞാൻ നിന്നെ ഒരിക്കലും ഒരു ശത്രുവിനെ പോലെ കാണുന്നില്ല. അല്ലെങ്കിൽ ഞാൻ നിന്നെ ഉപദ്രവിക്കുന്നില്ല. പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക. ഇത് കേട്ടതും അനാമയും തലകുണിച്ചിരിക്കുകയാണ്. അനി പറഞ്ഞു ഒരു കാര്യം പറഞ്ഞേക്കാം. ഇനി മേലാല് നീ ഏട്ടത്തിയോട് ഒന്നിനും പോയേക്കല്ല. ഏട്ടത്തി നിനക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കാൻ വരുന്നില്ലോ. അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നീ വീടിന് പടിക്ക് പുറത്തായിരിക്കും എന്ന് പറയണം. ഇത് കേട്ടപ്പോ ഭയങ്കരമായിട്ട് ദേവേനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ദേ ജലജ ജാനകിയോട് ഒക്കെ ആയിട്ട് മനസ്സിൽ ഇങ്ങനെ ദേവേനി പറയാ നിങ്ങളൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഇവളെന്റെ മരുമോളാണ്. ഇവളീ വീട് വിട്ട് ഒരിടത്തേക്കും പോകുന്നില്ല. എന്റെ മരുമോളായിട്ട് തന്നെ ഇവളെന്റെ മോളായിട്ട് ഇനി ഈ വീട്ടിൽ കാണും എന്ന് ദേവേനി മനസ്സിലൊരു പ്രതിജ്ഞ ചെയ്യണം. ഇത് പക്ഷെ അവരറിയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.